ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവിധ നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ദൈവം തൻ്റെ ദാസന്മാരെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രേഖയോ പ്രമാണമോ വസ്തുക്കളോ ഒപ്പിടുന്നതിനുള്ള ഔദ്യോഗികമായ ഒന്നാണല്ലോ മുദ്ര അഥവാ സീല്. രാജാക്കന്മാർ, ഭരണകർത്താക്കൾ തുടങ്ങിയവർ അയക്കുന്ന കത്തുകളിൽ ഔദ്യോഗിക മുദ്ര നമുക്ക് കാണാവുന്നതാണ്. യോസേഫിന് രാജകീയ അധികാരം നൽകിയപ്പോൾ ഫറവോൻ തൻ്റെ കയ്യിൽ നിന്നും മുദ്രമോതിരം ഊരി യോസേഫിനെ ധരിപ്പിച്ചതായി നാം അവിടെ കാണുന്നു. അങ്ങനെ സകല അധികാരവും യോസേഫിൻ്റെ മേൽ വരുന്നതാണല്ലോ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നിയമാനുസരണമായ വാങ്ങലിൻ്റെ നടപടിക്രമമായി ആധാരം എഴുതി മുദ്ര വെച്ചതായി ഇരമ്യാ പ്രവചനത്തിൽ 32:10-11 വാക്യങ്ങളിലും നമുക്കത് കാണാം. യെരുശലേം മതിൽ പണിത ശേഷം പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും ഒരു ലിഖിത ഉടമ്പടിയിൽ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാമെന്ന് അവര് മുദ്ര വെക്കുന്നതും നെഹമ്യാവിൻ്റെ പുസ്തകം 9:38-ലും 10:1-ലുമൊക്കെയായി നമുക്ക് കാണാവുന്നതാണ്. ദാനിയേലിനെ സിംഹഗുഹയിൽ ഇട്ട ശേഷം ഒരു കല്ല് കൊണ്ടുവന്ന ഗുഹയുടെ വാതുക്കൽ വച്ച ശേഷം രാജാവ് തൻ്റെ മോതിരം കൊണ്ട്, മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു എന്നതും നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൻ മുദ്ര വെച്ച് യേശുവിൻ്റെ കല്ലറ ഉറപ്പാക്കുന്നതുമെല്ലാം നമുക്ക് കാണാവുന്നതാണല്ലോ. യഹൂദ താമാറിന് തൻ്റെ മുദ്രമോതിരവും മോതിരച്ചരടും വടിയോടൊപ്പം കൊടുത്ത് ആ ഒരു പ്രത്യേക സാഹചര്യം ഉൽപ്പത്തി പുസ്തകം 38:18 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യഹൂദ ചെയ്ത ആ വലിയ അന്യായത്തിൻ്റെ തെളിവായിട്ടാണ് അവിടെ ആ മുദ്രമോതിരം അവൾ കൈപ്പറ്റുന്നത്. യഹൂദന്മാർക്ക് അനുകൂലമായും പ്രതികൂലമായും രാജാവിൻ്റെ മുദ്ര ഉപയോഗിച്ചതായിട്ടും എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 2-10 വാക്യങ്ങളിലും 3-10-11-12 വാക്യങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. യഹോവ യെഹൊന്യാവിനോട് പറയുന്നത്, എന്നാണ് യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ് എൻ്റെ വലം കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന യഹോവയുടെ അരുളപ്പാട്. അതാണ് ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം നൽകുന്നത്. ഇരമ്യാ പ്രവചനം 22:24 നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ തന്നെ സെരുബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് ദൈവത്തിൻ്റെ ദാസനായ സെരുബാബേലിനോട് അരുളി ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഉത്തമഗീതം 8:6 കാന്തന്റെ ആസന്നമായ അസാന്നിധ്യത്തെ വ്യഞ്ജിപ്പിച്ചുകൊണ്ട് പ്രിയ ചെയ്യുന്ന ഒരപേക്ഷയാണ്, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ എന്നുള്ള ആ അപേക്ഷ. പ്രിയന്റെ കയ്യിലും ഹൃദയത്തിലും തൻ്റെ മുദ്രമോതിരം ഉണ്ടായിരിക്കണമെന്ന് അവളിവിടെ ആഗ്രഹിക്കുകയാണ്. ഭുജം ശക്തിയുടെയും ഹൃദയം സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് വേർതിരിക്കുന്നതായും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ മൃഗത്തിൻ്റെ പേരിൻ്റെ സംഖ്യയായ 666 കുറിച്ചും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഓർക്കണം, ഇവിടെ
രണ്ട് രീതിയിലുള്ളതാകുന്ന മുദ്രയാണ്. ഒന്ന്, ദൈവം തൻ്റെ ദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് തനിക്കായി വേർതിരിക്കുമ്പോൾ എതിർ ക്രിസ്തു അവൻ്റെ മുദ്ര ഏൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മണവാട്ടിയെയും ഒരുക്കുന്ന ഒരു അന്ത്യകാല പീരീഡിലാണ് നാം വന്നെത്തിയിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. പല നിലകളിലുള്ളതാകുന്ന ഓർഡറുകൾ ഒരുവനെ നശിപ്പിക്കുവാനും ഒതുക്കുവാനും ഒക്കെ ലോകം ഉപയോഗിക്കുമ്പോൾ, അതിന് പല മുദ്ര ഉപയോഗിക്കുമ്പോൾ ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥമായി മുദ്രയിടപ്പെട്ടതായ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുകയും അതേ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്ന നാളിൽ ആ കർത്താവിനോട് ചേർന്ന് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ടും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അതേ ആ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എപ്രകാരം നമ്മളിലായിരിക്കുന്നു എന്ന് പൂർണ്ണമായി ഉറപ്പോടെ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം, കാത്തിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.